എല്ലാ തരത്തിലുമുള്ള തിന്മകൾ വിളഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ് കണികോപദേശം, കണികതന്ത്രം എന്ന് പിന്നീട് അതിന് പേരായി. ഇത് നമ്മുടെ അർത്ഥശാസ്ത്രവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ധരിക്കരുത്. കാരണം ചാണക്യതന്ത്രം എന്ന് പറയാറുണ്ടല്ലോ, അതുപോലെയല്ല. ചാണക്യൻ ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നയാളാണ് വിഷ്ണുഗുപ്തൻ. എന്താണ് കാരണം? ചാണക്യ സൂത്രത്തിൽ ധർമ്മമൂലവും കാമാർത്ഥവും, അതാണ് അതിൻ്റെ ആത്മാവ്. ചാണക്യ സൂത്രങ്ങളുടെ ആത്മാവ്, ചാണക്യ സൂത്രങ്ങളുടെ സത്ത. ധർമ്മമൂലവും കാമാർത്ഥവും, കാമാർത്ഥങ്ങൾ ധർമ്മത്തെ ആസ്പദമാക്കിയാണ് നിങ്ങൾ അനുഭവിക്കേണ്ടത് എന്ന് പറഞ്ഞു വെച്ചു കഴിഞ്ഞു. അതിനെ വ്യാഖ്യാനിക്കുകയാണ് പല നിയമങ്ങളിലൂടെ. അപ്പോൾ ധർമ്മത്തെ നിഷേധിക്കുന്ന ആളല്ല. അതുകൊണ്ട് അതിനകത്ത് നാം ഇന്ന് ധരിക്കുന്ന തരത്തിലുള്ള തന്ത്രമില്ല. അത് ടാക്റ്റിക്സ് അല്ല. അതൊരു ഇക്കണോമിക് ടാക്റ്റിക്സോ സോഷ്യോളജിക്കൽ ടാക്റ്റിക്സോ ഡിപ്ലോമാറ്റിക് ടാക്റ്റിക്സോ അല്ല അതിനകത്ത് പറയുന്നത്. അദ്ദേഹം ആ അർത്ഥത്തിലുള്ളൊരു ഡിപ്ലോമാറ്റുമല്ല, ധർമ്മത്തിന് പ്രമുഖമായ സ്ഥാനം കൽപ്പിക്കുന്നയാളാണ്. അതുകൊണ്ട് ചാണക്യതന്ത്രം പോലെയാണ് കണികതന്ത്രം എന്ന് വിചാരിക്കരുത്. നമുക്ക് നമ്മുടെ ഉദ്ദേശങ്ങൾക്ക്, നമ്മുടെ ലോഭങ്ങൾക്ക്, നമ്മുടെ നൈസർഗികമായ തിന്മ നിറഞ്ഞ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ട് ലോകത്തിൽ എന്തെല്ലാമുണ്ടോ അതിനെയൊക്കെ പലതരത്തിലുള്ള ഉപായങ്ങൾ കൊണ്ട് നശിപ്പിച്ച് കളയുകയാണ് വേണ്ടത്. അതിനെതിരായിട്ട് വരുന്ന നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ട് വരുന്നത് അച്ഛനും അമ്മയുമായാൽ പോലും അവരെ കൊന്നുകളയണമെന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഉപദേശം മാക്കിയവല്ലി പറയില്ല. ഇങ്ങനൊരു ആനന്ദ തത്വം എപ്പിക്കൂറസും പറഞ്ഞിട്ടില്ല, എപ്പിക്കൂറിയൻ ഫിലോസഫിയിലുമില്ല. അപ്പോൾ അക്കാര്യത്തിൽ ഈ കണികനെ ആര് സൃഷ്ടിച്ചതാണ്? കണികനെ വ്യാസൻ സൃഷ്ടിച്ചതാണ്. അപ്പോൾ അക്കാര്യത്തിലും തിന്മ ഉപദേശിക്കുന്ന കാര്യത്തിലും തിന്മയുടെ പൂർണ്ണത കണ്ടെത്തിയ മഹർഷിയും കൂടിയായിരുന്നു ആര്? വ്യാസൻ. ഇതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? എന്നേഹാസ്തി തദന്യത്ര, ഇതിലുള്ളതേ മറ്റെവിടെയെങ്കിലുമൊക്കെ കാണൂ, ഇതിലില്ലാത്ത പറയും കാണില്ല എന്ന് പറയാനുള്ള ആത്മധൈര്യം അത് വ്യാസൻ പറഞ്ഞതല്ല കേട്ടോ. അത് പറഞ്ഞത് വൈശമ്പായനാണ്, അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ശിഷ്യൻ. മഹാഭാരതത്തെക്കുറിച്ച് വൈശമ്പായനൻ ഇങ്ങനെ ഊറ്റം കൊള്ളാനുള്ള പ്രമുഖമായ കാരണം ഇതാണ്. ധർമ്മത്തിൻ്റെ ഉപദേശഗ്രന്ഥം എന്ന് സങ്കല്പിക്കപ്പെട്ടുള്ള മഹാഭാരതത്തിൽ ലോകത്തിലെ മറ്റൊരു ചിന്തകനും ചിന്തിക്കാൻ വയ്യാത്ത തിന്മയുടെ ഒരു വിശ്വതാണ്ഡവം ത്തിന് രൂപം കൊടുത്തിരിക്കുന്നു കണികതന്ത്രത്തിലൂടെ. ആര്? വ്യാസമുനി, വ്യാസമഹർഷി. അതുകൊണ്ടാണ് മുനീനാമപ്യഹം വ്യാസോ എന്ന് കൃഷ്ണൻ പറയാനുള്ള കാരണം. അങ്ങനെ അടിച്ചിട്ടുണ്ട് കൃഷ്ണൻ ഗീതയിൽ. മുനിമാരുടെ കൂട്ടത്തിൽ വ്യാസൻ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വ്യാസൻ്റെ ആത്മാംശം ഉൾക്കൊണ്ട് സൃഷ്ടിച്ച കഥാപാത്രമാണ് കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണനിൻ്റെ ഹൃദയത്തിൽ വ്യാസൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം കൃഷ്ണൻ്റെ ഹൃദയത്തിൽ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ആ പേരിൻ്റെ സാമ്യം ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണൻ എന്ന രചയിതാവ്, കൃഷ്ണൻ എന്ന പ്രധാന കഥാപാത്രം, അതിൻ്റെ സഹകഥാപാത്രമായിട്ട് നിൽക്കുന്ന കൃഷ്ണൻ എന്ന അർജുനൻ, കഥാനായികയായിട്ട് നിൽക്കുന്ന കൃഷ്ണ എന്ന പാഞ്ചാലി, എന്ന ദ്രൗപദി, എന്ന യാജ്ഞസേനി, എന്ന പാർഷദി, അങ്ങനെയൊക്കെ പേരുകളുണ്ട്. പാഞ്ചാലൻ്റെ മകളായ യജ്ഞസേനൻ്റെ മകളായതുകൊണ്ടാണ് യാജ്ഞസേനി എന്ന് പേര് വന്നത്. കൃഷ്ണയ്ക്ക് ഇങ്ങനത്തെ പര്യായങ്ങളുണ്ട്. അപ്പോൾ ഈ കൃഷ്ണ ശബ്ദം ഇങ്ങനെ അവിടെ നിന്ന് കളിക്കാനുള്ള കാരണം ഇതാണ്. പിന്നെ എന്താണ് കൃഷ്ണശബ്ദത്തിൻ്റെ അർത്ഥം? എല്ലാ ഭൗതിക വസ്തുക്കളെയും ആകർഷിക്കുന്നതെന്ന്. കർഷതി, ആകർഷിക്കുന്നു, വർത്തമാനകാലത്തിലെ ഏകവചനക്രിയ. അതുകൊണ്ടാണ് ലോകത്തെ മുഴുവനും ആകർഷിക്കും തന്നിലേക്ക്. മഹാഭാരതം വായിക്കുന്നവൻ മഹാഭാരതത്തിലേക്ക് മുഞ്ഞിയും കുത്തി വീണ് മരിക്കുക എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ എൻ്റെ തമ്പുരാൻ്റെ തർജ്ജമകളിൽ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം മഹത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളുടെ തർജ്ജമകളിൽ പോലും ബൗദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അത് ഈ അശ്രദ്ധ കൊണ്ടാണ്. നോക്കി തർജ്ജമയില്ലേ വായിച്ചു കൊടുക്കുകയാണ് ശിഷ്യന്മാരിരുന്നിട്ട്. വായിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ മുറുക്കാനിൽ രസിച്ചിരുന്നുകൊണ്ട്, മുറുക്കി രസിച്ചിരുന്നുകൊണ്ട് തർജ്ജമ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്ര ഈസി ആയിട്ടാണ് തർജ്ജമ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തർജ്ജമയുടെ അസാധാരണമായ അനായാസത കൊണ്ട് എന്ത് സംഭവിച്ചു? പല പ്രമാദങ്ങളും അതിൽ പറ്റിയിട്ടുണ്ട്. ഞാനതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞത് ഇതായിരുന്നു, കണികൻ്റെ ഇത്രയും തിന്മയുടെ ഒരു തിന്മയുടെ വിശ്വതാണ്ഡവം ആണെന്തിൽ നാം കാണുന്നത്.
ഈ കണികതന്ത്രത്തിൽ കണികതന്ത്രത്തിൽ കാണുന്നത്. അദ്ദേഹം അച്ഛനെയും അമ്മയെയും പോലും കൊന്നുകളയണം നമ്മുടെ ആഗ്രഹത്തിനെതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ പിന്നെ മറ്റു ബന്ധുക്കളുടെയും മറ്റ് സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും കുടുംബ അംഗങ്ങളുടെയും ഒന്നും കാര്യം പറയാനില്ലല്ലോ. പിന്നെ എപ്പോഴും ഒരു രാജാവ് പൂത്തു നിൽക്കുകയേ ആകാവൂ. ഒരു മഹാവൃക്ഷം പോലെ രാജാവ് രാജ്യത്തിൻ്റെ നടുക്ക് പൂത്തു നിൽക്കണം. നമ്മുടെ വർത്തമാനകാലത്തിലെ ഭരണാധികാരികൾ കണികതന്ത്രം വായിച്ചിരിക്കാൻ സാധ്യതയില്ലെങ്കിലും അവരെപ്പോഴും ഇങ്ങനെ പൂത്തു നിൽക്കും, പൂത്ത വാക്കുകൾ പറയും. നല്ല പുഷ്പവും സൗരഭ്യവുമുള്ള വാക്കുകൾ പറഞ്ഞ് ആളുകളെ വശീകരിച്ചു കൊണ്ടിരിക്കും. മിക്കതും നടക്കുകയില്ല. ആ പൂക്കൾ ഇറുത്ത് വച്ചിരിക്കുന്ന പൂക്കൂടെയാണ് പ്രകടന പത്രിക എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട്, ഒരു മഹാഗ്രന്ഥം. ആ പ്രകടന പത്രികയിൽ ഈ വൃക്ഷം പൂത്തു നിൽക്കുന്നത് നമുക്ക് കാണാം. വലിയ വാഗ്ദാനങ്ങൾ, എപ്പോഴും പൂത്തു നിൽക്കുക. കായ്ക്കുകയും വരുത്, ഫലിക്കുകയും വരുത്, പഴുക്കുകയും വരുത്. എന്നുവെച്ചാൽ പ്രയോജനം കിട്ടരുത്. അപ്പോൾ ഈ പ്രയോജനം കിട്ടുമെന്ന് വിചാരിച്ച് മുന്തിരിക്കൊലയെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറുക്കനെ പോലെ ജനങ്ങൾ ഇരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയേ ഇരിക്കാവൂ, അതിനപ്പുറത്ത് ഫലങ്ങളുണ്ടാവരുത്. ഫലങ്ങളുണ്ടായാൽ പിന്നെ രാജാവിനെ ജനങ്ങൾ വകവയ്ക്കുകയില്ല. ജനങ്ങൾക്ക് സമൃദ്ധിയായി, പിന്നെ രാജാവിനെ സമീപിക്കേണ്ട ആവശ്യമില്ല. രാജാവ് അവിടെ രാജാവിൻ്റെ വീട്ടിൽ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്നോട്ടെ, ആശ്രയിക്കാൻ ആളുകളില്ലാതെ വരും. അപ്പോൾ പൊളിറ്റിക്സിലെ ഏറ്റവും രാഷ്ട്രതന്ത്രത്തിലെ, രാഷ്ട്രദർശനത്തിലെ, രാഷ്ട്രീയ ദർശനത്തിലെ ഏറ്റവും ഹീനമായ, പരമനീചമായ ഉപദേശമാണ് ഇദ്ദേഹം കൊടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു ചെറിയ തിരിയക്കഥ, ജന്തുകഥയും കൂടി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താണ് ഇത് സമാപിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപദേശം ഒരു ചെറിയ, അതിസുന്ദരമായ ഒരു ചെറിയ കഥയാണ്. അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയാം. ഒരു കാട്ടിൽ സിംഹത്തിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ഒരു പുലിയും ഒരു ചെന്നായും ഒരു കീരിയും ഒരു കുറുക്കനും ഒരു എലിയും കൂടി ഇരുന്നൊരു കാര്യാലോചന തുടങ്ങി. ഈ സിംഹത്തിനെ എങ്ങനെയെങ്കിലും ഒതുക്കണം. ഒരുപാട് മൃഗങ്ങളെ അവനിങ്ങനെ കൊന്നു തിന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സിംഹത്തിനെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് തളയ്ക്കാൻ എന്താണ് വഴി എന്നാണ് ഇവരുടെ ആലോചന. ആലോചനയിൽ ആർക്കും ഒരു ബുദ്ധി, സിംഹത്തിനെ തളയ്ക്കാനുള്ളൊരു ബുദ്ധി ഉപദേശിച്ച് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പുലി ഇരിക്കുന്ന സഭയാണ്. അപ്പോൾ അവിടെ ചെന്നായിക്കും മടിയുണ്ട് ഒരു അഭിപ്രായം കയറി പറയാൻ. എന്താ കാരണം? നേരെ ഒരു കടിയാണ് കൊടുക്കുന്നതെങ്കിൽ പെടൽ മുഴുവനും പുലിയുടെ വായിലിരിക്കും, ചെന്നായുടെ. അപ്പോൾ അതുകൊണ്ട് പുലി എന്തെങ്കിലും പറയുകയാണെങ്കിൽ പിന്നെ അതിനോടുള്ള അനുബന്ധങ്ങൾ ചേർത്താൽ മതിയല്ലോ. അപ്പോൾ പുലിയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചാൽ മതി. പക്ഷേ പുലി ഒന്നും മിണ്ടുന്നില്ല, ഒരു ഉപായം തോന്നിയില്ല. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഇതാണ് കുറുക്കന്മാരുടെ വിജയം. കുറുക്കൻ പറഞ്ഞു, അടിയന് ഒരു പൊട്ടപ്പുത്തി തോന്നുന്നുണ്ട്. അപ്പോൾ പുലിയൊന്ന് നോക്കി, അത് നിർത്തിക്കളഞ്ഞു. സൂത്രശേരിയാണല്ലോ, ഇത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ള സംശയം കൊണ്ടാണ്. അപ്പോൾ പുലി ഇങ്ങനെ കാണിച്ചു, പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്കൊരു, അപ്പോൾ അടിയെന്നുള്ളത് മാറി. അങ്ങനെയാണ്, ഒരു അംഗീകാരം കൊടുത്താൽ ഉടനെ കഴുത്തേ കയറും. എനിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട്, ഞാനത് പറയാം. നമ്മുടെ എലിയുണ്ടല്ലോ, സിംഹത്തിൻ്റെ ഗുഹയിൽ ഭക്ഷണവും കഴിഞ്ഞ് പള്ളിക്കുറിപ്പ് കൊള്ളുമ്പോൾ, രാജാവ് ആകുമ്പോഴാണ് പള്ളിക്കുറിപ്പാകുന്നത്. തിരു, പള്ളി ഇതൊക്കെ ചേർത്തിട്ടല്ലേ രാജാവിനെ വിശേഷിപ്പിക്കുകയുള്ളൂ. രാജാവിൻ്റെ നെറ്റിയാകുമ്പോൾ തിരുനെറ്റിയാണ്. രാജാവിൻ്റെ തുണി തിരുത്തുണിയല്ല, അത് നല്ല തുണി തന്നെയാണ്. അവിടെ തിരിവ് ചേർത്താൽ കാര്യം കുഴപ്പമായി പോകും. വാക്ക് തെറ്റിയിട്ടാണ്. നമ്മൾ തിരുത്തുണി എന്ന് പറയുന്നത് തിരുത്തുണി എന്നല്ല പറയേണ്ടത്. പിന്നെ എന്താണ്? തിരി തെറുക്കാനുള്ള തുണിയാണ് തിരിത്തുണിയാണ്. അങ്ങനെയാണ്. ഇപ്പോൾ ഞാനൊരു വൈദ്യശാലയിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരുന്നത് ത്രിഫല എന്നാണ്. ത്രിഫലപ്പൊടി വാങ്ങിച്ചതാണ്. ആണ് എഴുതിയിരിക്കുന്നത്. അത് തിരു എന്നുള്ളതിൻ്റെ ചുരുക്കമാണ്. എങ്ങനെ എഴുതണം? ത്രീ എന്ന് വള്ളിയിട്ടാണ്. ത്രിഫലയാണ്. താന്നിക്ക, കടുക്ക, നെല്ലിക്ക, ഈ 3 ഫലങ്ങൾ ആണ് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നത്. അതിനകത്തെ പൂത്തതിന് ശേഷം പൊടിച്ചതായിരിക്കും, മരുന്ന് ഭരിക്കില്ല. നല്ലപോലെ ഉണക്കാൻ പറ്റാത്തതുകൊണ്ട് അത് കിടന്ന് പൂപ്പൽ പിടിച്ചിട്ടുണ്ടാകും. ആ പൂപ്പലോടുകൂടിയാണ് ഇത് പൊടിച്ച് വെക്കാൻ വെച്ചിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് അത് കഴിച്ചിട്ട് നമുക്ക് ഇത് ചുമ മാറിയില്ലല്ലോ, അല്ലെങ്കിൽ വേണ്ടത്ര ഫലം കിട്ടിയില്ലോ നമ്മൾ വിചാരിക്കുന്നത്. അത് പൂത്തതിന് ശേഷം പൊടിച്ചിട്ടാണ്. പൂത്തതിന് ശേഷം പൊടിക്കാതിരിക്കാൻ ഒക്കുമോ? ഇതിന് ലാഭം കുറയും, അതാ പ്രശ്നം. അപ്പോൾ പള്ളിക്കുറുപ്പ് കൊണ്ടിരിക്കുമ്പോൾ സിംഹം അമൃതേത്ത് കഴിഞ്ഞ് പള്ളിക്കുറുപ്പ് കൊള്ളുന്ന സമയത്ത് വളരെ പതുക്കെ ഈ എലി ഗുഹയിൽ പ്രവേശിക്കുക. കഥ കേട്ടിട്ടുണ്ടെന്നാണ് അല്ലേ? അപ്പോൾ അത് പറയാണ്ടിരുന്നാലോ? അപ്പോൾ കയറി അവൻ്റെ കാല് പതുക്കെ കടിച്ചു പൊട്ടിക്കുക. എലി കടിക്കുന്നതിന് കരളുക എന്നാണ് പറയുന്നത്. നോയിങ്, വല്ലാത്തൊരു സ്പെല്ലിംഗ് ആണ്, GNW ആണ്. എന്തിനാണ് അവിടെ G എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് അത്ഭുതം തോന്നും. പക്ഷേ G എഴുതും, സൈക്കോളജിക്ക് P എഴുതുന്നത് പോലെയാണ്. ക്നോ എന്ന് എഴുതിയിട്ട് എന്താ വായിക്കുന്നത്? നോ എന്നാണ് വായിക്കുന്നത്. എഴുതുന്നത് ക്നോ എന്നാണ്. എന്നാൽ എന്നോ എന്ന് പറഞ്ഞ് വേറൊരു നോയുണ്ട്, ക്രോ. ഇപ്പോൾ ക്രോ എന്ന് ഉച്ചരിച്ചാൽ എന്താ? സാഹിബ് സമ്മതിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ക്രോ എന്ന് ഉച്ചരിക്കുന്നത് വേറെ ഭാഷാശാസ്ത്രപരമായ ഒരു തടസ്സവും ഞാൻ കാണുന്നില്ല. അതുപോലെ ഇവൻ കയറി അങ്ങ് കരണ്ട് തുടങ്ങും. സിംഹം ഉണരും ആയപ്പോഴേക്കും വേഗം, ഇപ്പോൾ രാത്രിയിൽ പാറ്റയുള്ള വീട്ടിലാണെങ്കിൽ ഈ നഖത്തിൻ്റെ ഇടയൊക്കെ പാറ്റ കറണ്ട് വയ്ക്കും, അതുപോലെ ഇവൻ കറണ്ട് ഇട്ടിങ്ങ് ഓടിപ്പോയി. അപ്പോൾ കാല് വയ്യാതെയായ, പിന്നീട് പഴുക്കുമല്ലോ, കാല് വയ്യാതെയായ സിംഹത്തെ പുലിക്ക് തോൽപ്പിക്കാനുള്ള എളുപ്പമാണ്. ഇപ്പോൾ പുലിയച്ഛൻ ചെന്നിട്ട് ഈ കാല് വയ്യാതെയായ സിംഹത്തിനെ പോരിനെ വിളിക്കുക, ദ്വന്ദ്വയുദ്ധത്തിന്. ആ ദ്വന്ദ്വയുദ്ധത്തിൽ സിംഹത്തെ തകർക്കുക. അപ്പോൾ നമ്മുടെ കൂട്ടരെല്ലാം തിന്ന് ജീവിച്ചിരുന്ന സിംഹത്തിൻ്റെ മാംസം നമുക്ക് ഭക്ഷണവുമാക്കാം. അപ്പോൾ എല്ലാവർക്കും തോന്നി ഇത് കൊള്ളാമല്ലോ, നല്ലൊരു ബുദ്ധി, ഈ ബുദ്ധിമാന്മാരെ സൂക്ഷിക്കണം എന്ന് ഈ കഥയിൽ കൂടി വരും. അങ്ങനെ പുലി ഈ സിംഹത്തെ, കാലുവയ്യാത്ത സിംഹത്തെ പുലി യുദ്ധത്തിൽ തോൽപ്പിച്ചു, കടിച്ചു കൊന്നിട്ടു. മറ്റേ അമർഷം അങ്ങനെ കിടക്കുകയാണല്ലോ. തോൽപ്പിക്കൽ മാത്രമല്ലല്ലോ ഉദ്ദേശം. ഈ അമർഷം കൊണ്ട് അതുവരെ അടക്കി വച്ചിരുന്ന, മർദ്ദിച്ചൊതുക്കി വച്ചിരിക്കുന്ന അമർഷത്തിൻ്റെ പ്രകടനത്തിൻ്റെ ഫലം എന്നുള്ള നിലയിൽ അദ്ദേഹം കടിച്ച്, മിസ്റ്റർ ശാർദൂലൻ കടിച്ചങ്ങ് കൊന്നു. പിന്നെ വേണ്ടതെന്താണ്? എല്ലാവർക്കും കൂടി പുലി പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടി ഇവനെ അങ്ങ് ഭക്ഷിക്കാം. അപ്പോൾ ഇതൊരു പുണ്യകർമ്മം ചെയ്തതല്ലേ, അതുകൊണ്ട് നമുക്ക് കുളിച്ചിട്ട് ഭക്ഷിക്കുന്നതല്ലേ നല്ലത് എന്ന് കുറുക്കൻ വേറൊരു ബുദ്ധി പ്രയോഗിച്ചു. അതുകൊണ്ട് എല്ലാവരും പോയി കുളിച്ച് വരിക, അതുവരെയൊക്കെ ഞാൻ കാവൽ നിൽക്കാം, അത് കഴിഞ്ഞിട്ട് പോയി ഞാൻ കുളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട തടാകങ്ങളിലേക്ക് കുളിക്കാൻ പോയി. ആദ്യം കുളിച്ചിട്ട് തിരിച്ചു വന്നത് പുലിയാണ്. ഇപ്പോൾ വളരെ ഒരു ചിന്താമഗ്നായി, ചിന്താമൂകനായി നിൽക്കുന്നത് പോലെ തോന്നി പുലി, അല്ല കുറുക്കൻ. അപ്പോൾ പുലി ചോദിച്ചു, എന്താ പറ്റിയത്? എന്തോ ഒരു വലിയ ചിന്തയിൽ ഏർപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നുന്നല്ലോ, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അല്ല, ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്താ ആലോചിക്കുകയായിരുന്നു? ഇവിടെ ചെന്നായി വന്നിരുന്നു കുളി കഴിഞ്ഞിട്ട്. അപ്പോൾ ചെന്നായി പറഞ്ഞു, ഈ പുലി എച്ചിലാക്കിയ മാംസം ഭക്ഷിക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ല, ചെന്നായല്ല, എലി വന്നിരുന്നു. എലിയാണ് ആദ്യം കുളിയും കഴിഞ്ഞിട്ട് വന്നത്. എന്നിട്ട് എലി പറഞ്ഞു, എൻ്റെ വൈഭവം കൊണ്ടാണല്ലോ ഈ സിംഹത്തെ കൊല്ലാൻ കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ വൈഭവം കൊണ്ട് കൊന്ന സിംഹത്തിനല്ലേ ഇപ്പോൾ ഈ പുലി ഭക്ഷിക്കാൻ പോകുന്നത്. എത്ര വലിയ ശക്തനാണെങ്കിലും, ശാർദൂലൻ വലിയ ശക്തനാണ് എന്ന് വന്നാൽ തന്നെയും എൻ്റെ വൈഭവം കൊണ്ട് കൊന്ന പുലിയുടെ സിംഹത്തിൻ്റെ മാംസമാണല്ലോ ഇദ്ദേഹം ഭക്ഷിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ മാംസം ഭക്ഷിക്കുന്നത് അങ്ങയുടെ അന്തസ്സിനെ യോജിച്ചതാണോ? അപ്പോൾ പുലിക്ക് വന്നത് ശരിയാണല്ലോ, അതെനിക്ക് വേണ്ട, ഞാൻ സ്വന്തമായിട്ട് പോയി ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പുലി പോയി കഴിഞ്ഞപ്പോൾ ആരാമിനോട് വന്ന് ഓർമ്മയുണ്ടോ? രണ്ടാമത് വന്നത് കീരിയാണ്. അപ്പോൾ കീരിയോട് പറഞ്ഞു, പുലി വന്നിട്ട് ഈ മാംസം എനിക്ക് തന്നെ ഭക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെയും മക്കളെയും കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നാൽ തനിക്ക് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കരുത്, തൻ്റെ കഥ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവനും സ്ഥലം വിട്ടു.
പിന്നീട് വരുന്നത് ചെന്നായാണ്. ചെന്നായോടും ഇത് തന്നെ പറഞ്ഞു. പുലി സഹധർമ്മിണിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്, അവൻ വന്നാൽ ഈ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല, നിങ്ങളെയും കൂടി കഴിക്കുകയായിരിക്കും ഫലം എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നായും പുലിയെ പിടിച്ച് സ്ഥലം വിട്ടു. പിന്നീട് വന്നത് കീരിയാണ്. കീരിയോട് പറഞ്ഞു, പുലിയെ ഞാൻ യുദ്ധത്തിൽ തോൽപ്പിച്ചു. തോൽപ്പിച്ചു. അതുകൊണ്ടല്ലേ അവരാരെങ്കിലും വരണ്ടോ? നേരെ എത്രയായില്ലേ, അവരാരും വന്നില്ലല്ലോ. ബാക്കിയുള്ളവരെയും ഞാൻ തോൽപ്പിച്ച് ഓടിച്ചു. അതുകൊണ്ട് ജീവൻ വേണമെങ്കിൽ കടന്നോ, അല്ലെങ്കിൽ എന്നോട് നേരിടുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കീരി വിചാരിച്ചു, ഇവനോട് നേരിട്ട് ഇനിയിപ്പോൾ പുലിയെ തോൽപ്പിച്ചെങ്കിൽ ഇവനോട് നേരിട്ട്, ബുദ്ധിമാനും കൂടിയായ ഇവനോട് നേരിട്ട് ജയിക്കാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കാതെ തിരിഞ്ഞ് ഓടിക്കളഞ്ഞു കീരി. അപ്പോൾ സിംഹത്തിൻ്റെ ജഡം ഇദ്ദേഹത്തിന് മാത്രം, ആർക്ക്? നമ്മുടെ ഈ സൂത്രശാലിയായ കുറുക്കന് മാത്രം ഭക്ഷിക്കത്തക്ക വിധത്തിൽ എല്ലാ ബാധകളും ഒഴിഞ്ഞു കിട്ടി എന്ന കഥയും അങ്ങ് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഓരോരുത്തരുടെയും അവരുടെ സ്വഭാവവും പുലിയെ പുകഴ്ത്തി കൊടുത്തു. കാരണം അദ്ദേഹത്തിൻ്റെ വലിയ ചര്യയുള്ള വലിയ മൃഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തനായ പുലിയെ പുകഴ്ത്തിയാണ് തോൽപ്പിച്ചത്. അപ്പോൾ വേറൊരുത്തൻ സഹായത്തോടുകൂടി കിട്ടിയ മാംസമാണ്. അപ്പോൾ അതുകൊണ്ട് അവനോട് ഒരു ആധമർണ്യം ആർക്ക് വരും? പുലിക്ക് വരും. അതും ആരോടാണ് വരുന്നത്? സമൂഹത്തിലെ ഏറ്റവും, മൃഗസമൂഹത്തിലെ ഏറ്റവും താഴത്ത് കിടക്കുന്ന എലിയോട്. അങ്ങനെ അവൻ പറഞ്ഞെങ്കിൽ എനിക്കത് വേണ്ട. ഈ പുലി എന്ത് പറഞ്ഞാൽ മതിയായിരുന്നു? അങ്ങനെ കിട്ടുന്ന ഭക്ഷണത്തിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ വിഷമായി പോയേനെ. ഈ പായസത്തിൻ്റെ, പാൽപ്പായസത്തിൻ്റെ കയ്പൊക്കെ അടിയന് വളരെ ഇഷ്ടമാണ് എന്ന് പറയത്തക്ക ഒരു ശീലം പുലിക്കുണ്ടായിരുന്നെങ്കിൽ ഈ പുലിയെ തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. കുറുക്കൻ്റെ ഇതുപോലെ തന്നെ പ്രതികരിക്കാനുള്ള ഒരു വികടബുദ്ധി പുലിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ആ പുലിയെ തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ പുലിയെ തോൽപ്പിക്കാൻ അത്തരം ഒരു ഉപായമാണ് പ്രയോഗിക്കേണ്ടതെന്ന് ആർക്കറിയാമായിരുന്നു? കുറുക്കൻ അറിയാമായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യത്തിലും ആ മൃഗത്തിൻ്റെ സ്വഭാവത്തിന് അനുസരിച്ച ഉപായം വെച്ചുകൊണ്ടാണ് കുറുക്കൻ പെരുമാറിയതും അവരെ തോൽപ്പിച്ചതും അവരോട് നടത്തിയ സംഭാഷണവും ആ തരത്തിലാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഇവിടെ നാം കാണേണ്ടുന്ന മറ്റൊരു സംഗതി, ഈ മൃഗങ്ങൾക്കെല്ലാം ആരുടെ സ്ഥാനമാണുള്ളത്? മനുഷ്യരുടെ സ്ഥാനമാണ് ഈ കഥയിലുള്ളത്. അല്ല, ഈ വ്യാസന്റെ ഈ ഇത്തരത്തിലുള്ള ഈ ഉപകഥകളിൽ പലയിടത്തും കാണുന്ന ഈ തിര്യക്കുകളുടെ ഇടപെടലുകൾ, അത് മനുഷ്യരോളം തന്നെ ബുദ്ധിപരമായി ചിന്തിക്കുകയും അവരുടെ ലോകം അത്തരത്തിൽ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കീരി, മഹാഭാരതത്തിലെ പ്രസിദ്ധമായ കീരിയുടെ ഒക്കെ ധർമ്മബോധമുള്ള ഈ തിര്യക്ക് വർഗങ്ങളെയും ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. മനുഷ്യ ജീവിതത്തെ ആവിഷ്കരിക്കാൻ തിര്യക്കുകളെ മാധ്യമമാക്കുന്ന ഒരു പ്രത്യേക രചനാ സമ്പ്രദായമാണ് ഉപാഖ്യാനങ്ങളിൽ വ്യാസൻ സ്വീകരിച്ചിരിക്കുന്നത്. അത് വേദത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ആ രചനാ സമ്പ്രദായം കിട്ടുന്നത്, അദ്ദേഹത്തിൻ്റെ സ്വന്തമല്ല. അപ്പോൾ വ്യാസൻ എപ്പോഴും വേദത്തോട് ബൗദ്ധികമായ, രചനാപരമായ, സർഗപരമായ ആധമർണ്യമുള്ള ആളാണ്. അത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മഹാഭാരതത്തിൻ്റെ ഉപോദ്ഘാതത്തിൽ. അപ്പോൾ തിര്യക്കുകളെല്ലാം ഇത്തരം ഉപാഖ്യാനങ്ങളിൽ ആരായിട്ട് മാറും? മനുഷ്യരായിട്ട് മാറും. പുലി ഒരു പൊങ്ങച്ചക്കാരനും ശാരീരിക ശക്തിയുമുള്ള ഒരു യോദ്ധാവിൻ്റെ സ്ഥാനമാണ് അവിടെ പുലിക്കുള്ളത്.